വായ്പ എടുക്കുന്നവർക്ക് ആശ്വാസമാകുന്ന തീരുമാനവുമായി അമേരിക്കൻ ഫെഡറൽ റിസർവ് ബാങ്ക്. പലിശ നിരക്ക് 0.5% കുറച്ചതാണ് വായ്പയെടുക്കാൻ പോകുന്നവർക്ക് ഗുണകരമായത്. 4 വർഷത്തിന് ശേഷം ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ഇത് ആദ്യമായാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. ഇതോടെ 4.75 മുതൽ 5% പലിശ നിരക്കുകൾ താഴ്ന്നു. വിലക്കയറ്റത്തെ തുടർന്ന് പലിശ നിരക്ക് റെക്കോർഡ് ഉയരത്തിലായിരുന്നു. സാമ്പത്തിക മേഖല ഉത്തേജിപ്പിക്കാനുള്ള തീരുമാനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പലിശ നിരക്ക് കുറച്ചിരിക്കുന്നത്. ബാങ്ക് വായ്പകൾ എടുത്തവർക്ക് ആശ്വാസം മേകുന്ന നടപടിയാണ് അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കുറഞ്ഞ പലിശയ്ക്ക് ഇനി ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിച്ചു തുടങ്ങും. പണപ്പെരുപ്പം 2% കുറയുന്നത് കണക്കിലെടുത്താണ് പുതിയ തീരുമാനമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഗവർണർ മിഷേൽ ബോമാൻ തീരുമാനത്തിൽ അത്ര തൃപ്തനല്ല. അദ്ദേഹം വിയോജിപ്പ് രേഖപ്പെടുത്തി. 0.5% നിരക്ക് മാത്രം വെട്ടിക്കുറച്ചാൽ മതിയെന്നായിരുന്നു ഗവർണറുടെ നിലപാട്. US സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 4 വർഷത്തിന് ശേഷമുള്ള പലിശ നിരക്ക് കുറയ്ക്കലിന് ഫെഡിനെ പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന. വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകാർക്കും വായ്പ നൽകുന്ന നിരക്കിനെ ഫെഡറേഷന്റെ തീരുമാനം ബാധിക്കും. മോർട്ടേജ് മുതൽ ക്രെഡിറ്റ് കാർഡുകൾ വരെയുള്ള എല്ലാത്തിനും കടമെടുക്കുന്നതിനുള്ള ചെലവ് കുറയ്ക്കും. ജൂലൈ മുതൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഫെഡറൽ റിസർവിന് മേൽ സമ്മർദ്ദം ശക്തമായിരുന്നു. എന്നാൽ രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണെന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായിരുന്നു സെൻട്രൽ ബാങ്കിന്റെ കാത്തിരിപ്പ്. പണപ്പെരുപ്പ് നിയന്ത്രണത്തിലാണെന്നാണ് ഫെഡിന്റെ നിരീക്ഷണം. മാന്ദ്യം അടുത്തല്ലെങ്കിലും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഇനിയും പരിപോഷിപ്പിക്കേണ്ടതുണ്ടെന്ന നിലപാടിലാണ് വിദഗ്ധർ. വർഷാവസാനത്തോടെ പലിശ നിരക്കിൽ ഫെഡറൽ റിസർവ് ബാങ്ക് 0.5% കുറവ് കൂടി വരുത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. 2025 1% കുറവ് കൂടി പലിശ നിരക്കിൽ വരുത്തിയേക്കും. 2026 0.5% കുറവ് കൂടി വരുത്തുന്നതോടെ പലിശ നിരക്കുകൾ 2.75 മുതൽ 3% തിരികെ എത്തുമെന്നാണ് വിലയിരുത്തൽ. പലിശ നിരക്ക് കുറച്ചതോടെ ഓഹരി വിപണിയിലും വമ്പൻ കുതിപ്പാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. സ്റ്റോക്ക് മാർക്കറ്റ് സൂചികയായ ഡൗൺ പോയിന്റിൽ 0.7% വർധനമാണ് ഉണ്ടായത്. അതേസമയം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഈ വർഷം ഉയർന്നതായും റിപ്പോർട്ടുണ്ട്. തുടക്കത്തിൽ 3.7% തൊഴിലില്ലായ്മ നിരക്ക് ജൂലൈയോടെ ഇത് 4.3%. ഈ വർഷം അവസാനത്തോടെ ഇത് 4.4% വരെ ഉയർന്നേക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകാർക്കും വായ്പ നൽകുന്ന നിരക്കിനെ ഫെഡറേഷന്റെ തീരുമാനം ബാധിക്കും.